നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വിസ്മയങ്ങളിൽ മനുഷ്യനെ എന്നും ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് രാത്രി ആകാശത്ത് മിന്നിമറയുന്ന ഉൽക്കകൾ അഥവാ ഷൂട്ടിംഗ് സ്റ്റാറുകൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഒരു നിമിഷം കൊണ്ട് കടന്നു പോകുന്ന ഈ പ്രകാശരേഖകൾക്ക് പിന്നിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ശാസ്ത്രവുമുണ്ട്. ഈ ഏപ്രിൽ മാസം ശാസ്ത്രലോകവും ആകാശ നിരീക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ആകാശവിരുന്നാണ് ലൈറഡ് ഉൽക്കാവർഷം. മനുഷ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഉൽക്കാവർഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലൈറഡുകൾ 2026 ഏപ്രിലിൽ വീണ്ടും ആകാശത്ത് വിസ്മയം തീർക്കാൻ തയ്യാറെടുക്കുകയാണ്. സൗരയൂഥത്തിൻ്റെ വിദൂര കോണുകളിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളാണ് ഈ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലൈറഡ് ഉൽക്കാവർഷത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ചാൽ നമ്മളെത്തുന്നത് C8061 G1 താച്ചർ എന്ന ധൂമകേതുവിലാണ്. ഏതാണ്ട് 415 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ ധൂമകേതു സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഓരോ തവണ സൂര്യൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴും ഈ ധൂമകേതു തൻ്റെ പാതയിൽ വലിയ തോതിൽ പൊടിപടലങ്ങളും അവശിഷ്ടങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. ഭൂമി തൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധൂമകേതു ഉപേക്ഷിച്ചു പോയ ഈ പൊടിപടലങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയാവുകയും ഈ സമയത്ത് ചെറിയ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അതിവേഗം പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷവായുവുമായി ഉരസി കത്തുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആകാശത്ത് അതിമനോഹരമായ പ്രകാശരേഖകൾ പ്രത്യക്ഷപ്പെടുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന ഈ ഉൽക്കാവർഷം ശാസ്ത്രീയമായി നോക്കിയാൽ വളരെ വേഗതയേറിയതും തിളക്കമുള്ളതുമാണ്. 2026 ഏപ്രിലിൽ ഈ പ്രതിഭാസം അതിൻ്റെ ഏറ്റവും വലിയ തീവ്രതയിൽ എത്തുമെന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. പ്രധാനമായും ഏപ്രിൽ 21 തീയതി രാത്രി മുതൽ 22 തീയതി പുലർച്ചെ വരെയാണ് ലൈറഡുകൾ ആകാശത്ത് ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുക. എങ്കിലും ഏപ്രിൽ 23 തീയതിയും ഇത് കാണാനുള്ള നല്ലൊരു അവസരം ലഭിക്കും. ഇന്ത്യയിൽ വസിക്കുന്നവർക്ക് ഈ വിസ്മയം നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അർദ്ധരാത്രിക്ക് ശേഷമുള്ള നേരമാണ്. കൃത്യമായി പറഞ്ഞാൽ അർദ്ധരാത്രി 12 മണി മുതൽ സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള സമയം വരെയാണ് ഉൽക്കാവർഷം കാണാൻ സാധിക്കുക. ഇതിൽ തന്നെ പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് ഏറ്റവും മികച്ച കാഴ്ച നൽകുക എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ദില്ലി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളുടെ പരിസരങ്ങളിലും വടക്കേ ഇന്ത്യയിലെ തുറസായ സ്ഥലങ്ങളിലും ഇത് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഉൽക്കാവർഷത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ലൈറഡ് ഉൽക്കാവർഷത്തിൻ്റെ അപൂർവമായ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. സാധാരണ ഉൽക്കാവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൈറഡുകൾക്ക് നീണ്ട പൊടിപടലങ്ങളുടെ പാതകൾ ആകാശത്ത് അവശേഷിപ്പിക്കാറില്ല എങ്കിലും ചിലപ്പോഴൊക്കെ അത്യന്തം തിളക്കമുള്ള അഗ്നിഗോളങ്ങൾ അഥവാ ഫയർ ബോളുകൾ രൂപപ്പെടാറുണ്ട്. ഇത്തരത്തിൽ കാണപ്പെടുന്ന വളരെ ശോഭയുള്ള ഉൽക്കകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ദൃശ്യാനുഭവമായി മാറും. ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർക്ക് ഈ കാഴ്ച പൂർണ്ണമായി ആസ്വദിക്കാൻ ചില മുൻകരുതലുകൾ ആവശ്യമാണ്. ലൈറഡുകൾ വടക്കൻ അർദ്ധഗോളത്തിൽ നന്നായി കാണാൻ സാധിക്കുമെന്നത് ഇന്ത്യക്കാർക്ക് വലിയൊരു ആനുകൂല്യമാണ്. നഗരങ്ങളിലെ കൃത്രിമ വെളിച്ചം ഈ ആകാശരേഖകളെ മറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ നഗരങ്ങളിൽ നിന്ന് മാറി ശാന്തവും ഇരുണ്ടതുമായ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് നല്ലതാണ്. ഗ്രാമീണമായ പാടങ്ങൾ, വീടിൻ്റെ മുകൾ നിലകൾ അല്ലെങ്കിൽ വെളിച്ചം കുറഞ്ഞ തുറസായ സ്ഥലങ്ങൾ എന്നിവ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇത്തരം സ്ഥലങ്ങളിൽ എത്തിയ ശേഷം കുറഞ്ഞത് 20-30 മിനിറ്റ് നേരം ഇരുട്ടിൽ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കണ്ണുകൾ ഇരുട്ടിനോട് പൊരുത്തപ്പെടാൻ ഈ സമയം അത്യാവശ്യമാണ്. ലൈറഡുകളെ നിരീക്ഷിക്കുമ്പോൾ പിന്തുടരേണ്ട ഒരു പ്രധാന ശാസ്ത്രീയ രീതിയുണ്ട്. ആകാശത്ത് ലൈറ എന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ഉൽക്കകൾ പുറപ്പെടുന്നതായി തോന്നും. ഇതിനെയാണ് റേഡിയൻറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്ര സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വേഗ എന്ന നക്ഷത്രത്തിലേക്ക് നേരിട്ട് നോക്കിയിരിക്കരുത്. പകരം ആകാശത്തിൻ്റെ വലിയൊരു ഭാഗത്തേക്ക് നോട്ടം പതിപ്പിക്കുകയും കണ്ണുകൾക്ക് വിശ്രമം നൽകി ഇരുട്ടിലേക്ക് നോക്കുകയും ചെയ്താൽ കൂടുതൽ ഉൽക്കകളെ കണ്ടെത്താൻ സാധിക്കും. വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ഈ അത്ഭുത കാഴ്ചകൾക്ക് ബൈനോക്കുലറുകളോ ടെലിസ്കോപ്പുകളോ ആവശ്യമില്ല. മറിച്ച് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സും ഇരുണ്ട ആകാശവുമാണ് ഏറ്റവും വലിയ നിബന്ധനകൾ. മനുഷ്യരാശിക്ക് യുഗങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച വിസ്മയം ശാസ്ത്രത്തിൻ്റെയും പ്രകൃതിയുടെയും അപൂർവമായ സംഗമമാണ്. വരും ദിവസങ്ങളിൽ ആകാശത്ത് വിരിയുന്ന ഈ പ്രകാശ വിളയാട്ടം കണ്ടു തീർക്കാൻ ഓരോ ആകാശപ്രേമിയും ഈ അവസരം വിനിയോഗിക്കണം. വെബ് ഡെസ്ക് തത്വമൈ TV.